തിരുവോണം. അതെ, തിരുവോണം. പോരാതെ ഏകാദശിയും കൂടിയാണ്. ഒന്ന് കേട്ടോ, അതറിയില്ല. തിരുവോണാന്നേ അറിയുള്ളൂ, ഏകാദശിക്കാന്നുള്ളത് അറിയില്ല അല്ലേ? അത് ഇന്ന് അറിഞ്ഞില്ലേ? ഓരോന്ന് അറിയാനും ഒരു സമയം വേണമല്ലോ. 41 വയസ്സായപ്പോഴാണ് അറിയുന്നത് ഞാൻ തിരുവോണ നക്ഷത്രത്തിൽ മാത്രമല്ല ഏകാദശിയും കൂടി ആയ ദിവസമാണ് ഞാൻ ജനിച്ചതെന്ന്. അതിന്റെ സൗഭാഗ്യമാണ് ഈ അനുഭവിക്കുന്ന മുഴുവൻ. അപ്പോ ഇപ്പൊ അതിന്റെ കാര്യങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ എന്തിനാ വാക്ക് പറയുന്നത്? അതിനൊരു മാറ്റമില്ല. ആ ഏകാദശിയും തിരുവോണം ജനിച്ചാൽ സൗഭാഗ്യം തന്നെയാണ്. ഏകാദശിയും തിരുവോണവും കൂടി ഒന്നിച്ചു വന്നാൽ സൗഭാഗ്യം തന്നെയാണ്. സൗഭാഗ്യമൊന്നുമില്ല. എല്ലാം കൂടി കട്ട മാറ്റി പറയാണോ? എന്താണ് സൗഭാഗ്യത്തിന് കുറവെന്ന് പറയൂ? ഭർത്താവിനെ കൊണ്ട് എന്താണ്? ഒരു പരുക്കനാന്നല്ലേ ഉള്ളൂ, കാര്യങ്ങൾ നടത്തുന്നില്ലേ? കാര്യങ്ങള് ഞാൻ തന്നെ നടത്തുന്നു. അയാളൊന്നും നടത്തുന്നില്ലേ? ഇല്ല ഇല്ല. വെള്ളത്തിലായി പോയോ? വെള്ളത്തിലൊന്നല്ല. പിന്നെന്താണ്? അയാള് പിന്നെ ഒരു പരുക്കൻ സ്വഭാവം ഉണ്ടെന്നല്ലേ ഉള്ളൂ. പരുക്കൻ സ്വഭാവം തന്നെ, പക്ഷേ ഞാൻ ജോലി ചെയ്തിട്ടാന്നെല്ലാം നടത്തുന്നു. ശരി, നമ്മളെ ജോലി ചെയ്ത് നമ്മൾ ജീവിക്കുന്നു. പക്ഷെ അങ്ങനെ തന്നെയാണെങ്കിലും നമ്മൾ നല്ല സന്തോഷത്തിലല്ലേ ജീവിക്കുന്നത്? പിന്നെന്താണ്? ഒന്നും വരില്ല. ലഗ്നാധിപൻ 10 ശുക്രൻ പോയിട്ട് നിൽക്കുകയല്ലേ. അല്ല, ഞാൻ പറഞ്ഞതൊന്നും തെറ്റൊന്നുമില്ല. തിരുവോണത്തിനും ഏകാദശിക്കും ജനിച്ചവൾ എന്ത് ദോഷം വരാനാ അവൾക്ക്? പിന്നെ സംശയം എന്താണ് അതിൽ? ഇപ്പോൾ ഭർത്താവ് പിന്നെ ഈ ദാമ്പത്യ ജീവിതം 7ാം ഭാവത്തിൽ ചൊവ്വ 7ാം ഭാവാധിപനാണെങ്കിലും കേതുവുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഞാൻ സമ്മതിക്കുന്നു. ഒരു നമ്മളോട് വേണ്ടത്ര സഹകരണമില്ലാത്ത ഒരു പങ്കാളിയാണ് കിട്ടിയിരിക്കുന്നത്. അതൊന്നും ഇനിയിപ്പം അതിപ്പോൾ അയാൾ 48 വയസ്സ് 50 വയസ്സ് അടുക്കാനായി അയാളൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല. അതിനി അങ്ങനെ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സൗഭാഗ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് ഒരു വ്യത്യാസവുമില്ല. സൗഭാഗ്യവതി തന്നെ. ഓക്കെ, ഞാൻ വിചാരിച്ചു എന്റെ വാക്ക് പിഴച്ചോന്ന്. പറയൂ. ഇല്ല ഇല്ല, അങ്ങനെയല്ല. പിന്നെ വണ്ടി ഓടിക്കുന്ന പുതിയ വണ്ടി മേടിച്ചാൽ നല്ലതാവും. ഓ, ധാരാളമായിട്ട് വാങ്ങാം. അതെയാ? പിന്നെ എന്താണ്, പുതിയ വണ്ടി വാങ്ങാൻ പോകുന്നു, ഒന്നിനും കുറവില്ല. ഞാൻ പറഞ്ഞതിന് വെറുതെ എന്നോട് ഇപ്പൊ സോറി പറയണം, അല്ലെങ്കിൽ ഞാൻ വിടില്ല. എന്നോട് ഞാൻ സൗഭാഗ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞതിന് സോറി പറയണം ഇപ്പൊ. പറ്റില്ല, സോറി പറയണം. ശരി, ഓക്കെ, പോയിക്കോ. അങ്ങനെ വിടൂല ഞാൻ കുറെ കാലമായി ഈ സീറ്റിൽ ഇരിക്കുന്നു. പിന്നെ എന്നെ മാനം കെടുത്തോണ്ടല്ലോ. എല്ലാവർക്കും ഭർത്താവിനെ കൊണ്ട് കിട്ടില്ല, എല്ലാവർക്കും കിട്ടില്ല. അത് വെറും തെറ്റിദ്ധാരണയാണ്. എങ്ങനെയായാലും നമുക്ക് നമ്മളെ ജീവിതം മുമ്പോട്ട് പോയാൽ മതി. അതൊരു നിങ്ങള് ഒരു ചുറ്റിലുള്ള ഒരു 10 സ്ത്രീകളോട് ചോദിച്ചാൽ 2 or 3 സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഇപ്പൊ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അത് എൻ്റെ വാക്കൊന്നും പഴിച്ചിട്ടില്ല. സൗഭാഗ്യത്തിന് ഒരു കുറവുമില്ല. ഇതേപോലെ തന്നെ മുമ്പോട്ട് പോകും. ഓക്കെ, അതൊക്കെ നന്നായി വരും, എല്ലാം നന്നായി വരും. ഓക്കെ, ദേവി രക്ഷിക്കട്ടെ, നന്നായി വരും. ഓക്കെ.